Are you okay എന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി യു ഷിഫ്റ്റ് ദ ഫോക്കസ് ഫ്രം ദ ഇൻസൾട്ട് ടു ദ വെൽബീയിങ് ഓഫ് ദി ഇൻസൾട്ടഡ്. ഇത് അവർക്ക് ഒന്ന് സ്വയം മനസ്സിലാകുന്നതിന് വഴിയൊരുക്കും. ഇത് വ്യക്തമാക്കുന്നത് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പകരം അവരോടൊരു അനുഭാവം കാണിക്കുകയാണെന്നുമാണ്. നിങ്ങളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ? നിത്യജീവിതത്തിൽ ജോലി സ്ഥലത്തോ വീട്ടിലോ ഒക്കെ ഇൻസൾട്ട് ചെയ്യപ്പെടാറുള്ള സാധ്യതകൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ദേഷ്യമാകാം, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞ് ഡിഫെൻസീവ് ആകാം, അതുമല്ലെങ്കിൽ മനസ്സ് മുറിപ്പെടാം. ഇൻസൾട്ട് കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത് ഇൻസൾട്ട് ചെയ്ത ആൾക്കാണ്. അതിന് ചില കാരണങ്ങൾ ഉണ്ടാകാം. പേഴ്സണൽ ഇൻസെക്യൂരിറ്റീസ്, വർക്ക് പ്രഷർ, സ്ട്രെസ്, പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ, ഇവയൊക്കെ കാരണങ്ങളാകാം. ഇത് മനസ്സിലാക്കി ഇൻസൾട്ട് പേഴ്സണലി എടുക്കാതെ അപ്രോച്ച് ദ സിറ്റുവേഷൻ വിത്ത് എംപതി. ഇമോഷണലി നമ്മൾ റിയാക്ട് ചെയ്താൽ പ്രശ്നം വഷളാകുകയുള്ളൂ. അത് കൂടുതൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, പ്രശ്നം പരിഹരിക്കപ്പെടുകയുമില്ല. ആൻഡ് ക്യാൻ ഡാമേജ് റിലേഷൻഷിപ്സ് ആൻഡ് റെപ്യൂട്ടേഷൻസ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും ആദ്യം ചെയ്യേണ്ടത് ഒരു നിമിഷം നിശബ്ദമാണ്. എന്നിട്ട് ഇൻസൾട്ട് ചെയ്ത ആളുടെ കണ്ണിൽ നോക്കി ആർ യു ഓക്കെ എന്ന് ചോദിക്കുക. ഇത് വളരെ എഫക്റ്റീവായി കാണുന്ന ഒരു കാര്യമാണ്. ആർ യു ഓക്കെ എന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി യു ഷിഫ്റ്റ് ദ ഫോക്കസ് ഫ്രം ദ ഇൻസൾട്ട് ടു ദ വെൽബീയിങ് ഓഫ് ദി ഇൻസൾട്ടഡ്. ഇത് അവർക്ക് ഒന്ന് സ്വയം മനസ്സിലാകുന്നതിന് വഴിയൊരുക്കും. ഇത് വ്യക്തമാക്കുന്നത് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പകരം അവരോടൊരു അനുഭാവം കാണിക്കുകയാണെന്നുമാണ്. ഒരു കാം ആൻഡ് കെയറിങ് റെസ്പോൺസ് ആ സാഹചര്യത്തിൻ്റെ പിരിമുറുക്കം കുറയ്ക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ ആ വ്യക്തിക്ക് ഒരു ഭീഷണിയല്ലെന്നും പകരം അയാളെ മനസ്സിലാക്കുന്ന ആളാണെന്നും തോന്നും. ശാന്തമായി പ്രതികരിക്കുമ്പോൾ നിങ്ങൾ നല്ല ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തിയാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും. നിങ്ങൾ ഇമോഷൻസും സ്ട്രെസ്സും മാനേജ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയായി മറ്റുള്ളവർക്ക് മനസ്സിലാകും. ഇത് നിങ്ങൾക്ക് കൂടുതൽ റെസ്പെക്റ്റും അഡ്മിറേഷനും നേടിത്തരും. വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഇത് പ്രയോഗിക്കാവുന്നതാണ്. ഇൻസൾട്ട് ചെയ്യുന്നയാൾക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരവസരം കൂടി ഇതുണ്ടാക്കുന്നു. അങ്ങനെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇമോഷണൽ ഹീലിങ്ങും നല്ലൊരു കണക്ഷനും ഉണ്ടാകും. ഇത് ഈവൻ സ്ട്രേഞ്ചേഴ്സ് നമ്മളോട് പ്രതികരിച്ചാൽ പോലും ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇൻസൾട്ട് ഉണ്ടായാൽ റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം പോസ് ചെയ്യുക, നന്നായി ബ്രീത്ത് ചെയ്യുക. ദിസ് ഹെൽപ്സ് ടു സെൻറ്റർ യുവർസെൽഫ് ആൻഡ് പ്രിവെൻറ്റ്സ് ആൻ ഇമ്മീഡിയറ്റ് ഇമോഷണൽ റിയാക്ഷൻ. പിന്നീട് ശാന്തമായി ആ വ്യക്തിയുടെ കണ്ണിൽ നോക്കുക. എന്നിട്ട് സീരിയസ് ആയി തന്നെ, കളിയാക്കുന്ന രീതിയിലല്ല, ശാന്തമായി ചോദിക്കുക ആർ യു ഓക്കെ എന്ന്. ഇൻസൾട്ട്സ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പവർഫുൾ സ്ട്രാറ്റജിയാണിത്. ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക, ഡു നോട്ട് ലെറ്റ് എനിവൺ സ്റ്റീൽ യുവർ ജോയ്.